ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വട്ടിയൂർക്കാവുള്ള രമ്യ ചേച്ചിയാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് സാബു ചേട്ടന് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ റെഡിയല്ല ആ പണി കാണാൻ? ഞാനും എക്സൈറ്റഡ് ആണ്. എന്താണ് രമ്യ ചേച്ചി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും കാണാം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ഇവിടെ ഒരാൾ അന്തം വിട്ട് നിൽപ്പുണ്ട്. ആ കണ്ണുകളിൽ ഞാൻ കാണുന്നുള്ളത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു യൂട്യൂബ് സംഭവം ഇന്റർവ്യൂ എടുക്കാൻ ചിലപ്പോൾ വന്നേക്കും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഏത് യൂട്യൂബാണെന്നൊക്കെ ഇങ്ങനെ നോക്കി ആരെങ്കിലും ആണെന്നൊക്കെ ഇങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സൂര്യ കോമഡിയിൽ നിന്നാണ് വരുന്നത്. സൂര്യ കോമഡിയിൽ ഫൺ ഫാൽമി എന്ന് പറയുന്ന ഷോയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ചേച്ചി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ ചേച്ചിയിലേക്ക് അങ്ങ് പോകുന്നു. ചേച്ചി, രമ്യ ചേച്ചി നമസ്കാരം. ചേച്ചി ഭയങ്കര വെൽക്കമിങ് ആണ്. ചേച്ചിയുടെ ആ ചിരിയിൽ എന്നെ അല്ല ചേച്ചി, ഈ ചിരിയിലാണോ ചേട്ടൻ വീണു പോയത് എന്നൊക്കെ അവള് പറയുന്നു. അല്ല, പണ്ട് പറയും ചിരിയിലാണ് വീണത്, ഇപ്പോഴാണ് കൊല ചിരി. ചിരിയിലാണ് വീഴുന്നതെന്ന് പറഞ്ഞാൽ വീഴുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. പ്രണയത്തിൽ വീഴുക, സ്ലിപ്പ് ചെയ്ത് വീഴുക, നമ്മൾ വിഴുന്നു പോവുക എന്ന് പറയില്ലേ, വീണു പോയി. ചേട്ടനേതാ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മള് വീണുപോയി. ചേച്ചി, അപ്പൊ ചേച്ചിയിൽ തന്നെ തുടങ്ങുന്നു. ചേച്ചി തന്നെ ഈ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അങ്ങ് പങ്കുവെച്ചാൽ. ഇത് ഹസ്ബൻഡ് വീടാണ്. ഹസ്ബൻഡ് പേര് സാബു സർഗം എന്നാണ് പേര്. പുള്ളി വന്നിട്ട് സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. എന്താ പറയുക, തണുത്തൊരു ജ്യൂസ് കുടിച്ചായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് ശബ്ദം അടഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഇത്തിരി പിടുത്തം പോലെ എനിക്ക്. ബാക്കി ഞാൻ പറയാം. അതാണ് നല്ലത്. പറഞ്ഞു പേര് സാബു സർഗം പറഞ്ഞല്ലോ. ഞാൻ ഒരു 24 വർഷമായിട്ട് സിനിമ ഫീൽഡിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്ന 3D ഫിലിമിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. രാമേന്ദ്ര ബാബു സാറായിരുന്നു പ്രശസ്ത ക്യാമറമാനായിരുന്നു. അറിയാം, വടക്കം വീരാതയുടെയൊക്കെ ഒരുപാട് സിനിമകൾ. സാറ് മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇനിയിപ്പോൾ റാഫി സാറാണ് ബാലൻസ് ചെയ്യുന്നത്. സാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു പ്രധാന നടനുമാണ്. നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതും സാറ് തന്നെയാണ്, റാഫി സാർ. ചേട്ടന് സൂര്യ കുടുംബവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായി കല തുടങ്ങുന്നത് സൂര്യയിൽ നിന്ന്? തീർച്ചയായിട്ടും. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 20 വർഷമെങ്കിലും ആവും, സൂര്യയിൽ സപ്തസ്വരങ്ങളായിരുന്ന ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതൊരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സന്തോഷ് പാലി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നെ അതിലേക്ക് വിളിച്ച് ഒരു എപ്പിസോഡിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഏറ്റവും ഫസ്റ്റ് ഫ്രം ദ ബിഗിനിങ് അവിടെയാണ്, സൂര്യ TV തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 600ഓളം സിനിമയ്ക്ക് ഡബ് ചെയ്തു. ഡബിങ് ആണ് ഒരു പ്രധാന പ്രൊഫഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് മൊഴിമാറ്റ സിനിമകൾക്ക് ഡബിങ് ഡയറക്ടറായിട്ട് ഇരുന്നു. തെലുങ്കിൽ നിന്നെല്ലാം വരുന്ന ഒരുപാട് പടങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതാൻ തുടങ്ങി. ഒരു പാട്ടെഴുത്തുകാരനെ കിട്ടാതായപ്പോൾ പിന്നെ ചില ചാനലുകളിൽ വളരെ മോശമായിട്ടുള്ള, അതായത് ട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ ചിലർ എഴുതി വികൃതമാക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു ചാനൽ പ്രൊഡ്യൂസർ ചോദിച്ചു, ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാമോ? ഇങ്ങനെ മൊഴിമാറ്റം സിനിമയാണ്. അങ്ങനെ എഴുതി തുടങ്ങി. അത് ഒരു 60ഓളം സിനിമയ്ക്ക് പാട്ട് എഴുതി. സംവിധായകനാണ്, നടനാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ആളെ കിട്ടാന്ന് പറയുമ്പോൾ ചില സിനിമയ്ക്ക് വേണ്ടി പാടുകയും ചെയ്തു. ക്യാമറ കൈകാര്യം ചെയ്താണ് തുടങ്ങിയത്. ചെയ്യാത്തത് ക്യാമറയിൽ എൻ്റെ ഗുരുനാഥൻ രാമേന്ദ്ര ബാബു സാർ തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ദിലീപേട്ടൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. നിങ്ങൾക്കെല്ലാം വിചാരിച്ചു വെച്ചേക്കണം അദ്ദേഹം ഡയറക്ടറായിട്ട് കമൽ സാറിന്റെ കൂടെ. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു രഹസ്യമാണ്. അതായത് ഈ ഗസൽ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് കമൽ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ കമൽ സാർ പറഞ്ഞു, ഗോപാലകൃഷ്ണ, ഇവിടെ ഒരുപാട് അസിസ്റ്റൻസ് എനിക്കുണ്ട്, തൽക്കാലം ഒരു കാര്യം ബാബുച്ചേട്ടൻ്റെ കൂടെ ക്യാമറയ്ക്ക് ആൾ കുറവാണ്, അപ്പോൾ ഗോപാലകൃഷ്ണൻ ബാബുച്ചേട്ടൻ്റെ കൂടെ നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് രാമേന്ദ്ര ബാബു സാറിൻ്റെ കാല് തൊട്ട് തൊഴുത്
ക്യാമറ അസിസ്റ്റൻ്റ് ആവുകയായിരുന്നു അദ്ദേഹം ആദ്യം. കമൽ സാറിൻ്റെ അടുത്ത പടം മുതൽ പിന്നെ അദ്ദേഹം ഡയറക്ഷനിൽ തന്നെ നിന്നു. അങ്ങനെയാണ് ദിലീപേട്ടൻ്റെ സിനിമ പ്രവേശനം. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ബാബു സാറിൻ്റെ കൂടെ ഈ ക്യാമറ ഒക്കെ പഠിക്കാൻ, സാറെന്ന് പറയുന്ന ഒരു സാറിൻ്റെ അനിയനാണ് രവി കെ ചന്ദ്രൻ. ഹിന്ദി സിനിമയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ബോയ്സ് ഒക്കെ വർക്ക് ചെയ്തത്, പിന്നെ ഹിന്ദിയിൽ ഗജനി അതൊക്കെ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് രവി കെ ചന്ദ്രൻ. അപ്പോൾ അത് രവി സാറൊക്കെ ബാബു സാറിൻ്റെ കൂടെ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങാൻ പറ്റിയത് ഭയങ്കര വലിയ കാര്യമായിട്ട്. പക്ഷേ നമ്മളെയൊക്കെ വിട്ട് അദ്ദേഹം പോയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഡിങ്കൻ്റെ ബാക്കി കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ട്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യം. അതിനോടൊപ്പം എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ, അതിൻ്റെ കുറേ പേപ്പർ വർക്കും കുറേ ടെക്നിക്കൽ വിശേഷങ്ങളൊക്കെ പുറത്തുവിടാം. അത് ഇനി വിടാറായി. സിനിമ 3D ആണ്, തമിഴിലാണ് സിനിമ സ്ക്രിപ്റ്റ് എൻ്റെ ആയിരുന്നു. ജീവയുടെ ചേട്ടൻ ജിതൻ രമേശ് കഥ കേട്ടിട്ട് അയാള് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് 3D ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ 3D ചെയ്തുകൊണ്ടിരിക്കുന്ന 12 വർഷമായിട്ട് ഞാൻ 3D റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സാധാരണ 3D സിനിമയല്ല നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമുക്ക് മൈ ഡിയർ കുട്ടിച്ചാത്തം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 3D ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന പടം 3D റിഗ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ക്യാമറ, ഒരു ബോഡിയിൽ 2 ബോഡി ഒരു റിഗിൽ ഫിറ്റ് ചെയ്തിട്ട് നടുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് സെയിം ടൈം 2 ക്യാമറയിൽ സിങ്കർണൈസ്ഡ് കേബിൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ 3D നമ്മൾ കാണുമ്പോൾ ഒരാൾ അല്പം ഒന്ന് വലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും, ഇല്ലേ? ഒന്ന് ചുരുക്കിയതുപോലെ. പക്ഷേ ഇത് റിഗ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ എക്സാക്റ്റ് ഒരാളുടെ കറക്റ്റ് മുഖം എങ്ങനെയാണ് അത് അതുപോലെ തന്നെ കിട്ടും. യന്ത്രൻ 2 ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റിഗ് ഉപയോഗിച്ചിട്ട് ചെയ്തത്. രണ്ടാമത് ചെയ്യുന്ന ഡിങ്കനാണ്, മൂന്നാമത് ചെയ്യുന്ന എൻ്റെ പടം. ഓക്കെ, എന്തായാലും അതൊരു വലിയ സക്സസ് ആവട്ടെ. ഇനി കുറച്ചു നേരം ചേട്ടന് റെസ്റ്റ് തന്നുകൊണ്ട് ചേച്ചിയിലേക്ക് കിടക്കുന്നു. ചേച്ചി ഒരു ഡയറക്ടറിന്റെ കല്യാണം കഴിക്കുമ്പോൾ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ, കാരണം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് താല്പര്യമുള്ള ഫീൽഡായിരുന്നു. കല എങ്ങനെയാണ് ചേച്ചി? എനിക്ക് ഇഷ്ടമാണ്. ചേച്ചി ഇതേപോലെ കലാപരമായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് സീലൊക്കെ ചെയ്യുന്നുണ്ട്, ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചേച്ചി അതുപോലെ തന്നെ ഒരു മജീഷ്യൻ ആണ് എന്നുള്ളൊരു അപശ്രുതി അല്ല, ഒരു ശ്രുതി ഞാൻ കേട്ടു. മാജിക് അറിയോ? അതെ, അറിയാം. അതുകാട് ഗോപി സാറിന്റെ ശിഷ്യാണ്. ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഈ ഞാനൊരു ചില്ലറാന്ന് കഴിഞ്ഞാൽ എനിക്ക് നോട്ടാക്കി തിരിച്ചു തരാൻ പറ്റുമോ? ഞങ്ങള് ചെയ്യണൊക്കെ വലിയ മാജിക്കാണ് ചെയ്യണല്ലേ. എന്നെ ഒരു കൊരങ്ങനാക്കാൻ പറ്റുമോ? ഇനി അതിലാക്കാൻ അത് ഇഷ്ടമായി. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചേട്ടൻ അറിയോ? ഒരു പണി തരാനാണ്. ചേച്ചി തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഒരു പണിന്ന് വെച്ച് ഈ പറഞ്ഞുകൂടാത്ത ഒരു പണി കൊടുക്കുക. അതെ, ചേട്ടൻ അറിഞ്ഞുകൂടാത്ത, ചേട്ടൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഉഴപ്പുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തേടി കണ്ടുപിടിച്ച് അത് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്റെയും ചേച്ചി. എനിക്ക് വലിയ പിടുത്തമില്ലാത്ത സംഭവം അടുക്കള കാര്യങ്ങൾ. കാരണം ഞാൻ ആ ഏരിയയിലോട്ട് പാചകം അറിഞ്ഞൂടാ. ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചിട്ടൊക്കെ പോയിക്കോളൂ. ഭക്ഷണപ്രിയനാണ്, വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടം തന്നെ. അടുക്കള കയറില്ല. എന്നാ പിന്നെ ചേച്ചി അപ്പൊ മിക്കവാറും അത് തന്നെയായിരിക്കും കണ്ടുവച്ചത്. ഉറപ്പായിട്ട്. എന്നാ പറ, എന്താണ് ചേട്ടന് കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഒരു പണിയെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഒരു ബജി ഐറ്റം എന്തെങ്കിലും, മുട്ട ബജി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒരു അവസരം തരാം. എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി കുറച്ച് പറഞ്ഞു കൊടുക്കാം. ഒന്ന് പറഞ്ഞു അതിന്റെ ഓർഡർ അനുസരിച്ച് ഒന്ന് മുട്ട അവിക്കണം, അതിനുശേഷം കടലമാവ്, പിന്നെ മസാല. മസാല എന്ന് പറയുമ്പോൾ ചിക്കൻ മസാല ആവാം, സാധാ ഗരം മസാല ആവാം, പിന്നെ ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, കായപ്പൊടി, ഇത്രയും. പിന്നെ കുറച്ച് വേണമെങ്കിൽ തിമുളക് പൊടി കൂടെ ഇരിക്കും. ഇത്രയും ഇട്ടിട്ട് മാവ് മിക്സ് ചെയ്തിട്ട് ഈ അവിച്ച മുട്ട, പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് നമ്മൾ മുറിച്ച് അതിൽ മുക്കി പൊരിക്കണം. പ്രേക്ഷകരോട് ഒരു സോറി പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ ഞാൻ പറയില്ലേ കുരങ്ങനായിട്ട് അഭിനയിക്കണം, ഇത്രയും സുന്ദരനായ മനുഷ്യൻ അല്ല, ഇത് ഒരു പരസ്പര ധാരണ. അതായത് കുറച്ച് സുന്ദരനാണെന്നൊക്കെ പറഞ്ഞാലേ ആദ്യത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ശരി, അപ്പൊ ചേട്ടൻ ആ ടാസ്ക് എന്തായാലും ഏറ്റെടുത്ത സ്ഥിതിക്ക് നമുക്ക് അടുത്തതായിട്ട് ചേട്ടന്റെ കുക്കിങ്ങിലേക്ക് കടക്കാം. 1.5 പണിയായിപ്പോയി. 1 മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി തിന്ന് തീർക്കുന്ന ടാസ്ക് ആയിരുന്നു തന്നിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട്. ചേട്ടനല്ല പറ, ഇതൊക്കെ എനിക്ക് പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്ന്. അപ്പൊ എന്തൊക്കെ എവിടേക്ക് വെച്ചേക്കണെന്ന് വല്ല ധാരണയുണ്ടോ? മുട്ട ബജിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് മുട്ട എടുക്കാം. മുട്ട എടുക്കിയിട്ട് അത് മുട്ട പുഴുങ്ങണം. അപ്പൊ നമുക്ക് ആ പരിപാടിയാണ്.
3 മുട്ട എടുക്കാം. ഇതെങ്ങനെ ഒടുവിൽ അത് കത്തി. ആ മാവെടുക്കാം. എന്ത് ഈസിയാന്ന് നോക്ക്. ദൈവം എന്റെ കൂടെ. ഇതിൽ ഞാൻ വിശ്വസിക്കില്ല. ഇത് ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള ഒത്തുകളി എന്തെങ്കിലും ആണോ? അല്ല, ചേച്ചി ഇത് എടുത്ത് വെച്ചതാണോ എന്ന് എനിക്ക് സംശയമില്ല. ചേച്ചി വന്നിട്ട് ഞാൻ ചോദിക്കും. അവളിങ്ങോട്ട് വന്നില്ല. കളവറിയോ? ഏകദേശം ഇങ്ങനെയൊക്കെ ആണല്ലോ ഒരു. ഇനി അടുത്തത് നമുക്കിതിനകത്ത് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി. ഒരല്പം കായം ചേർക്കാനായിട്ട് കായപ്പൊടി ഇതിലിടും. അത് സാമ്പാറിലൊക്കെ അല്ലേ? ചേച്ചി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ല, എനിക്കൊരു പണി തരുമ്പോൾ ഇത് ഉണ്ടാക്കി തിന്നിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു പണി തരും. ഇതിപ്പോ അതാണ് നടക്കാൻ പോകുന്നത്. ചേട്ടൻ ഇവിടെ ഉദ്ദേശിച്ച് ഇവിടെ നടക്കുന്നത് ചേട്ടനുള്ള പണിയല്ല, ഞങ്ങൾക്കുള്ള പണിയാണ്. അതെ, തീർച്ചയായും തീർച്ചയായും. ഇതിൽ ഞാൻ പെട്ടു കേട്ടോ. അതെന്താന്നറിയില്ല. പേരെഴുതി വെച്ചു. ഇടയ്ക്ക് അമ്മയെ വല്ലതും വിളിച്ച് ചോദിക്കാനുള്ള ഓപ്ഷൻ വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. ഇത് തന്നെ കേട്ടോ. എന്തോ ഒരു പൊടി എടുത്തിടുന്നുണ്ട്. മസാലയാ? മസാലപ്പൊടിയാണ് ഉറപ്പായിട്ടും. ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഇനി വെള്ളം. ഈ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന സിനിമയുടെ പേരിട്ടത് ചേട്ടനാണ്. അതെ. ആ സ്ക്രിപ്റ്റ് പോലും ആ സ്ക്രിപ്റ്റ് ബുക്കിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ മിഴികൾ സാക്ഷി എന്ന പേര് മാത്രം കണ്ടിട്ട് ഇനി എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സിനിമ ഞാൻ ഓഫ് ചെയ്യട്ടെ. അത് ഏകദേശം പറഞ്ഞു. ലാലേട്ടന്റെ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ അതിന്റെ ഫസ്റ്റ് പേജിൽ മിഴികൾ സാക്ഷി എന്ന ടൈറ്റിൽ കണ്ടിട്ട് കഥ പോലും വായിക്കാതെ ലാലേട്ടൻ അത് ഓക്കെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ആ പേരിട്ടത് ചേട്ടനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മിഴികൾ സാക്ഷി, അതായത് ഈ മിഴികൾ സാക്ഷി ഏകദേശം അന്നൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറിനൊക്കെ ഒരു 15,000 രൂപ, 10,000 രൂപയൊക്കെയാണ് നമ്മുടെ റെമ്യൂണറേഷൻ. ഈ മോഹൻലാലിന് സ്ക്രിപ്റ്റ് ലാൽ സാറിന് കഥ വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ സാർ കഥ വായിക്കാനായിട്ട് ആ ഡയറക്ടർ അശോക് അർനാഥും പ്രൊഡ്യൂസർ VR ദാസ് എന്ന് പറയുന്ന അദ്ദേഹവും കൂടെ ലാൽ സാറിനെ കാണാൻ പോയി. ഇരിക്കുന്നു പറയുന്നു. അപ്പോൾ ഞാനില്ല. അപ്പോൾ ഈ കഥ സ്ക്രിപ്റ്റ് പുള്ളി ഇങ്ങനെ കയ്യിൽ വാങ്ങി പുള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ മിഴികൾ സാക്ഷി. അപ്പോൾ ഈ സിനിമയുടെ പേര് അമ്മത്തൊട്ടിൽ എന്നായിരുന്ന ഈ സിനിമയുടെ പേര് ONV സാറിൻ്റെ അടുത്ത് പാട്ടെഴുതാനായി ചെന്നപ്പോൾ ONV സാർ പറഞ്ഞ അമ്മത്തൊട്ടിൽ അത് ഒരു സുഖമില്ല, ഇത് നല്ല സിനിമയല്ലേ, നല്ലൊരു കാവ്യാത്മകമായ പേര് ഇതിനിടണം, അമ്മത്തൊട്ടിൽ ഒരു സുഖമില്ലാത്ത പേര്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുക പേര്. അവസാനം പേര് എനിക്ക് കിട്ടി, മിഴികൾ സാക്ഷി. അങ്ങനെ ഈ സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ DTP ചെയ്ത് വെച്ചു. ഈ സ്ക്രിപ്റ്റ് ലാൽ സാറിൻ്റെ കയ്യിലെത്തിയപ്പോൾ ലാൽ സാർ ആദ്യം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ മിഴികൾ സാക്ഷി കൊള്ളാലോ, എനിക്കിനി സത്യം പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വായിക്കണ്ട, നിങ്ങൾ ഉഗ്രനായിട്ട് അതിൻ്റെ പേരിട്ടിട്ടുണ്ട്, ഞാൻ അതിൽ വീഴുന്നു എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ നേരെ തിരിച്ചു വന്ന് തിരുവനന്തപുരം വിസ്മയിൽ വെച്ച് ഇതിൻ്റെ പ്രീ പ്ലാനിങ് ഒക്കെ അവിടെ ആയിരുന്നു നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാബു ഒരു മിനിറ്റ് വരൂ. അദ്ദേഹത്തിൻ്റെ സൈബർ വിഷൻ കമ്പനിയുടെ ചെക്ക് 20,000 രൂപ പേരിട്ടതിന്, എനിക്ക് തോന്നുന്നു ലോകത്ത് സിനിമയ്ക്ക് പേരിട്ടതിന് പ്രതിഫലം കിട്ടിയ ആദ്യത്തെ ആൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മുട്ട ഇത് സെറ്റായി. ഇതിനെ ഇനി ഈ ചൂട് പോകാനായിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഒന്ന് എടുക്കണം. ഇനി ചെറിയ പരിപാടിയിൽ ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കണം. മുട്ട ഇവിടെ വെച്ചിട്ട് നമുക്ക് എണ്ണ ഇതിലോട്ട് വയ്ക്കണ്ടേ? അങ്ങനല്ലേ? അതെ, പൊരിച്ചെടുക്കണ്ടേ നമുക്ക്? അത്തന്നെ. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ? തലേ തേക്കണൊക്കെ എടുത്തിട്ട് നല്ലെണ്ണ എടുത്ത് വരൂ. എണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എണ്ണയാണോ അത്? ഇതെനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിലെങ്ങാണ്ട് എടുത്ത് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. ഇത് ഒഴിക്കാം.
എണ്ണയും ഒരുവിധം ചൂടായി. ആഹാ ആഹാ കളർ മാത്രമല്ല മണം വരുന്നുണ്ട്, പിന്നെ ഒരു ഡിഫറെന്റ് ലുക്കും ഉണ്ടില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒന്ന് പരുവായെന്ന് തോന്നുന്നു, എൻ്റെ ഒരു നിഗമനം. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്താലോ? ഓക്കെ. അപ്പോ യെസ്, നമ്മുടെ മുട്ട ബജി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഏകദേശമാണ്. ഞാൻ പറയില്ലേ, കായം ഇതിന് രുചിച്ച് നോക്കിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ഇപ്പൊ തന്നെ കാണിക്കണ്ട, ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഞാൻ മാത്രമല്ല, ഞാൻ രുചിച്ച് നോക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ആളെയും കൊണ്ടുവരുന്നുണ്ട്. വേറെ ഗസ്റ്റ് ഉണ്ടോ? ഈ വീട്ടിലെ എല്ലാമായ നമ്മുടെ സ്വന്തം രമ്യ ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു പ്രഥമ ദൃഷ്ടിയാണ്? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചേച്ചി തന്നെ ഇത് കഴിച്ച് ഇതിന് മാർക്ക് ഇടണം. ദൈവമേ, ഞാൻ തന്നെ പരീക്ഷണമല്ലോ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം അത് കഴിക്കുന്നത്. നമ്മൾ ഫുൾ വെജ് കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാണോ? കുറച്ച് ചൂടുണ്ട്. എനിക്കറിയാം, ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞോണ്ട് ഒരിക്കലും അല്ല, സൂപ്പറാണ്. ചേട്ടനൊന്ന് കഴിച്ചു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ടാസ്ക് ചേട്ടൻ കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ ചേട്ടൻ ഒരു ട്രീറ്റ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ട്രീറ്റ് വേണോ? വേണോ? എന്നാ ആ ട്രീറ്റ് കിട്ടണമെങ്കിൽ ചേച്ചി ഒരു ഗെയിം ഫിനിഷ് ചെയ്ത് വിൻ ചെയ്യണം. ദൈവമേ, അതെന്താണ് ആ ഗെയിം? അതങ്ങനെയാണ്, അത് ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ഇനി ചേട്ടന് ട്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി അത് വിൻ ചെയ്തേ പറ്റൂ. നിങ്ങൾ അതിൽ ടിപ്പ് കൊടുക്കണേ. അങ്ങനെ ചേട്ടന് കൊടുത്ത ടാസ്ക് ചേട്ടൻ അതിഗംഭീരമായിട്ട് കംപ്ലീറ്റ് ആക്കിയ സ്ഥിതിക്ക് ചേച്ചിയുടെ ടാസ്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ചേച്ചി ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഓ, അപ്പൊ അത് തന്നെയാണ് ഗെയിം, മനസ്സിലായോ? പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചേച്ചി ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നു, ബിസ്ക്കറ്റ് എടുത്ത് കണ്ണിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് കൈ രണ്ടും പുറകിലേക്ക് കെട്ടി ഈ സാധനം മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് വായിലേക്ക് എത്തിക്കണം. ഇതാണ് ടാസ്ക്. 1 മിനിറ്റ് ആണ് ചേച്ചിയുടെ സമയം. ഓക്കെ, ഈ 1 മിനിറ്റിനകത്ത് വെറും ഒരു ബിസ്ക്കറ്റ് തിന്നാൽ മതി. ജയിക്കാം, സിമ്പിൾ. ചേച്ചി റെഡി അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡ്, ഇനി 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. 5 4 3 2 1 പോയി. അയ്യോ, ശരി പോട്ടെ. എന്തായാലും ചേച്ചി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. ആദ്യം എനിക്ക് തോന്നിയത് ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ കുലുക്കി, അപ്പൊ അതുകൊണ്ട് കുറെ എണ്ണം താഴ്ത്തു പോയി. പിന്നെ കാണിച്ചപ്പോൾ ശരിയായിട്ട് നാക്കുകൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഭാഗ്യം ഇത്തവണ ചേച്ചിയുടെ കൂടെ ഇല്ല, നമുക്ക് ട്രീറ്റ് ഇല്ല. പക്ഷെ ട്രീറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെയും കുറെ സമ്മാനങ്ങളുണ്ട്. അപ്പൊ സമ്മാനങ്ങളൊക്കെ വേണ്ടേ? ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഗെയിം കളിച്ചത് കാണാൻ? ഗെയിം കളിച്ചത് സത്യം പറഞ്ഞാല് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറെ രസങ്ങൾ മിന്നി മാഞ്ഞു പോയി. ഓക്കെ, അമ്മയുടെ പേരെങ്ങനെയാണ്? ഗിരിജ. ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, അമ്മ നന്നായിട്ട് പാടും. അമ്മേനെ കൊണ്ട് സത്യമായിട്ടും പറഞ്ഞു. ചേട്ടൻ പറ. മൂളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ചെറുതിലെ എല്ലാരെയും ഈ കൊച്ചുമക്കളെ പോലെ പാട്ടുപാടി ഉറക്കും നന്നായിട്ട്. അപ്പൊ ആ പാട്ട് നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്യാനോ ഒന്നിനും അമ്മ സമ്മതിക്കില്ല. ഇത് റെക്കോർഡ് ചെയ്ത് ചേട്ടനെ സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ്, അതിന് വേണ്ടിട്ടെങ്കിലും അമ്മ ഒന്ന് പാടമ്മേ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം
അതിൽ താതാ നിൻ സംഗീത മധുപകരൂ. എങ്ങനെയൊരുക്കും ഞാൻ, എങ്ങനെയൊരുക്കും ഞാൻ, എങ്ങനെയൊടുക്കും ഞാൻ, എങ്ങനെയൊരുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. ദേവാ. അടിപൊളി ചേട്ടാ. അപ്പൊ അമ്മയെ പരിചയപ്പെട്ടു, മക്കള് രണ്ടുപേരും നേരത്തെ അവിടെ കണ്ടില്ലായിരുന്നു. എന്താണ് പേര്? ഇയാളുടെ പേരെങ്ങനെയാ? എന്റെ പേര് അനന്യ. അനന്യ. മോള്? അനാമികയും അനന്യയും. അനന്യ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ കിഡ്സില് BBA ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. മോള്? അവള് UKG. ഓക്കെ. ഈ അമ്മയുടെ ആ ഒരു കഴിവ് മക്കൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും പാടും, അവള് പിന്നെ കുറച്ച് ക്ലിയർ ആയിട്ട് പാടും. ഇത് പാടി വരുന്നതേ ഭാവിയിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും മോളുടെ പാട്ട് ഇവിടെ പെൻഡിങ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് തീർത്തിട്ട് മോളിലേക്ക് വരാം. ഓക്കെ, നല്ലൊരു അടിപൊളി പാട്ട് നമുക്ക് വേണ്ടി പാടി തന്ന അമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മോസ്റ്റ് കൺസ്യൂമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്സിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെയാണ് വിശ്വസനീയം. റൂക്ക അതിഥിയുടെ ഒരു സൂപ്പർ സമ്മാനം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അനന്യയുടെ ഒരു പാട്ടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അനന്യ, റെഡി അല്ലേ? मेरे दिल बूंद का सरिया तू पार के तुझे बीत जाऊं रे. मैं रेत सी बूंद का सरिया तू पार के तुझे बीत जाऊं रे. मैं तर जाऊं तर तर जाऊं. ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ്റെ ഒരു അടിപൊളി ഫാമിലിയോട് കൂടി ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് നമ്മൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഗിഫ്റ്റും ട്രീറ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഉടൻ തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ട്രീറ്റും തരും, ഒപ്പം വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു പണിയും കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി.